ഒവേറിയൻ ക്യാൻസർ എന്ന് പറയുന്നത് ഓവറീസിലെ അബ്നോർമൽ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് വളരുന്ന ഒരു ക്യാൻസറാണ്. ഏർലി സ്റ്റേജസിലെ സിംറ്റംസ് വളരെ സട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിന് സൈലൻറ്റ് ക്യാൻസർ എന്നും വിളിക്കാറുണ്ട്. ഇനി പ്രഗ്നൻസി ഇതിൻ്റെ റിസ്ക് കുറയ്ക്കും. പ്രഗ്നൻസി മാത്രമല്ല റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി ഉണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ അംലി ജോസ്, ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. പ്രഗ്നൻസി കഴിഞ്ഞാൽ ഒവേറിയൻ ക്യാൻസർ വരില്ല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ സത്യമാണോ? പ്രഗ്നൻസി ഒവേറിയൻ ക്യാൻസറിനെ കംപ്ലീറ്റ്ലി പ്രിവെൻറ്റ് ചെയ്യൂ. നമുക്ക് സയൻസ് പറയണത് എന്താണെന്ന് നോക്കിയാലോ. ഒവേറിയൻ ക്യാൻസർ എന്ന് പറയുന്നത് ഓവറീസിലെ അബ്നോർമൽ സെൽസ് അൺകൺട്രോൾഡ് ആയിട്ട് വളരുന്ന ഒരു ക്യാൻസറാണ്. ഏർലി സ്റ്റേജസിലെ സിംറ്റംസ് വളരെ സട്ടിൽ ആയതുകൊണ്ട് തന്നെ ഇതിന് സൈലൻറ്റ് ക്യാൻസർ എന്നും വിളിക്കാറുണ്ട്. ഇനി പ്രഗ്നൻസി ഇതിൻ്റെ റിസ്ക് കുറയ്ക്കും? സിമ്പിൾ ആൻസർ ഇസ് യെസ്. പ്രഗ്നൻസി ഒവേറിയൻ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രഗ്നൻസി സമയത്ത് ഓവുലേഷൻ ടെമ്പററി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. സോ ലൈഫ് ടൈമിൽ ഓവുലേഷൻ സൈക്കിൾസ് കുറയുമ്പോൾ ഓവറിയുടെ സർഫസിൽ ഈ ഓവുലേഷൻ ഉണ്ടായി പൊട്ടുന്ന റിപ്പീറ്റഡ് ഡാമേജ് കുറയണം. അതാണ് റിസ്ക് കുറയാനുള്ള ഒരു കാരണം. പക്ഷെ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസി ഒവേറിയൻ ക്യാൻസറിനെ ഒരിക്കലും 100% പ്രിവെൻറ്റ് ചെയ്യില്ല. കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കും ഒവേറിയൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഡെഫിനറ്റ്ലി ഉണ്ട്. പ്രഗ്നൻസി മാത്രമല്ല റിസ്കിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. റിസ്ക് കൂട്ടുന്ന ചില ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഓവറിയിൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, ചില ജീൻ മ്യൂട്ടേഷൻസ്, നമുക്ക് ഏജ് കൂടുമ്പം സ്പെഷ്യലി ആഫ്റ്റർ മെനോപോസ് ഇൻഹെറിറ്റഡ് കണ്ടീഷൻസ്. സോ അതുകൊണ്ട് കുട്ടികളുണ്ട്, നമുക്ക് ഏജിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് സിംറ്റംസ് ഒരിക്കലും നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. എന്തൊക്കെ സിംറ്റംസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സിംറ്റംസ് ഒരു 2-3 വീക്സ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറിനെ കാണണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പെർസിസ്റ്റൻ്റ് ആയിട്ടൊരു ബ്ലോട്ടിങ്, വയറ് വീർത്തിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ്, പെൽവിക് പെയിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വയറ് നിറയുന്ന പോലെ, വിശപ്പില്ലായ്മ പോലെ, പെട്ടെന്ന് വെയിറ്റ് കുറയുന്നു, ഓർ ഈവൻ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനത്തെ കോമൺ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് ചെക്കൗട്ട് ചെയ്യണം. സോ അപ്പം പ്രഗ്നൻസി ഒവേറിയൻ ക്യാൻസറിൻ്റെ റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കാം, യെസ്. പക്ഷേ അതൊരു കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ അല്ല. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, റെഗുലർ ആയിട്ടുള്ള ഗൈനക്കോളജിക്കൽ, ഐഡിയലി ഒരു ആനുവൽ ഗൈനക് ചെക്കപ്സ്, ഫാമിലി ഹിസ്റ്ററി അറിയുക, സിംറ്റംസ് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഇങ്ങനൊരു സിംറ്റം ഉണ്ടെങ്കിൽ നമ്മളതിനെ ഇഗ്നോർ ചെയ്യരുത്. ഏർലി ഡയഗ്നോസിസ് കെൻ സേവ് ലൈഫ്സ്. വിമൻസ് ഹെൽത്തിനെ കുറിച്ചുള്ള ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോസ് കാണാനായിട്ട് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈനക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can put in a comment in our comment box. Thank you.